കാസർഗോഡ് എരഞ്ഞിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. അതെ, 3 കുട്ടികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഒരാളുടെ മൃതദേഹം ആദ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. യാസിൻ എന്ന കുട്ടിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. യാസിൻ, റിയാസ് എന്നീ 2 കുട്ടികളാണ് മരിച്ചത്. ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സാരംഗ് അവിടെ നിന്നും വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സാരംഗ്, ഒരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഈ അപകടം നടന്നതിന് ആ സ്ഥലത്തോടടുത്ത് തന്നെയാണോ മൃതദേഹം കണ്ടെത്തിയത്? മറ്റൊരു കുട്ടിക്കായുള്ള തിരച്ചിൽ എങ്ങനെ പോകുന്നു? പൂജ, 3ാമത്തെ കുട്ടിക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവിംഗ് സംഘത്തിനാണ് ഇപ്പോൾ യാസിൻ്റെ മൃതദേഹം കണ്ടെത്താനായത്. നേരത്തെ കുട്ടികളെ കാണാതായ സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെ നിന്നാണ് യാസിൻ്റെ മൃതദേഹം കണ്ടെത്താനായത്. ഇപ്പോൾ യാസിൻ്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നാട്ടുകാരൊക്കെ തന്നെ ഏറെ ദുഃഖത്തോടു കൂടി തന്നെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം മുളിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, അപകടം എങ്ങനെയുണ്ടായത്? കുളിക്കുന്ന സമയത്താണ് ഉണ്ടായത്. പിന്നെ ഇവിടുത്തെ ഒരു മോൻ ഇവിടുത്തെ നാട്ടുകാരാണ്. 2 പേര് മഞ്ചേശ്വരമുള്ള ഒരാളാണ്. വിരുന്നിന് വന്നാണല്ലേ? വിരുന്നിന് വന്നതാണ്. സ്കൂൾ അവധി കാലത്ത് വന്നതാണ്. ഇപ്പം സിദ്ദിഖിൻ്റെ മകൻ റിയാസാണ്, 17 വയസ്സുള്ളത്. പിന്നെ ഒന്ന് മജീദിൻ്റെ മകൻ സമദ്, 13 വയസ്സ്. അസ്രഫിൻ്റെ മകൻ യാസിൻ, 13 വയസ്സാണ്. അത് അസ്രഫിൻ്റെ മകൻ യാസിൻ കാനത്തൂർ ഗവൺമെൻറ് UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. മുൻപ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ? ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അത് മഴക്കാലത്ത് തോണി അപകടത്തിൽ വെച്ച് 5 മരണം ഉണ്ടായിട്ടുണ്ട്. തിരച്ചിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാൻ കാരണം എന്താ? അങ്ങനെ പുഴയിൽ പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും കാലാവസ്ഥ അല്ല, ഇപ്പം നല്ല അടിയൊഴുക്കുണ്ട്. പരിചിതർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാവും പുഴയിൽ ഇറങ്ങുന്ന സമയത്ത്. ഇപ്പം ഒരു കുട്ടിക്ക് മാത്രമേ ഈ ചുറ്റുപാടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അപ്പോൾ ആരൊക്കെയാണ് തിരച്ചിൽ കാര്യമായിട്ട് നടത്തുന്നത്? ഇപ്പം പിന്നെ ഫയർഫോഴ്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇത്തരത്തിൽ ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘമടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്തെക്കുറിച്ച് നല്ല രീതിയിൽ അറിയുന്ന നാട്ടുകാരടക്കം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ വേദനാജനകമായൊരു വാർത്തയാണ്. കാരണം അവധിക്കാലം ആഘോഷിക്കാൻ വരുന്ന കുട്ടികൾ, അതിൽ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്ന 2 ബന്ധുക്കളായിട്ടുള്ള കുട്ടികൾ, അവരുടെ യാസിൻ്റെ മാതാവിനോടൊപ്പം ഇവിടെ എത്തുന്നു. ഇവിടെ തുണി അലക്കുന്നതിനിടയിൽ പുഴയിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്നു. അങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. എന്തായാലും ഏറെ അപകടം നിറഞ്ഞ അടിത്തട്ടിൽ അപകടങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു പുഴയാണ് എരഞ്ഞിപ്പുഴ. പലതവണയായി നമ്മൾ വാർത്തകളിലൂടെ റിപ്പോർട്ട് ചെയ്തതാണ് പുഴയുടെ അടിത്തട്ടിലെ അപകടങ്ങളെക്കുറിച്ചും അവധിക്കാലത്ത് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള മുങ്ങിമരണങ്ങളടക്കമുള്ള അപകടങ്ങളെക്കുറിച്ചും. പക്ഷേ ഇവിടെയും കുട്ടികൾക്ക് ആ ഒരു അവധിക്കാലത്തിൻ്റെ ആവേശത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ്, ദുഃഖകരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ അല്പസമയത്തിനകം എത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത്. എന്തായാലും തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നാട്ടുകാരൊക്കെ തന്നെ ആ രീതിയിൽ എന്തിനും തയ്യാറായി തിരച്ചിലിന് ഏതു തരത്തിലുള്ള സഹകരണവും നൽകാൻ തയ്യാറാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് എത്തുന്നത്. പഞ്ചായത്ത് അധികൃതരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഒട്ടനേകം ആളുകൾക്ക് വലിയ ദുഃഖം പകരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക്. 2 കുട്ടികളുടെയും മൃതദേഹം ഏത് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്? ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ കഴിയുമോ? ഇപ്പോൾ സമയം 4:30 ആയതുകൊണ്ട്. ദിവീഷ്, ഏതാനും ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. ഇപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ മൃതദേഹം ആദ്യം നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്ന് റിയാസിൻ്റെ മൃതദേഹമാണ്. റിയാസിൻ്റെ മൃതദേഹം കാസർഗോഡ് ചെർക്കളയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. കുട്ടിക്ക് അപകട സ്ഥലത്ത് നിന്ന് പുഴയിൽ നിന്ന് കുട്ടിയെ കണ്ടെടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു. പിന്നീട് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെ വഴിമധ്യേ വെച്ചാണ് കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. എന്നാൽ 2ാമത്തെ കുട്ടിയായിട്ടുള്ള യാസിൻ അഷ്റഫിനെ കിട്ടുമ്പോൾ തന്നെ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളൊരു കാര്യമാണ് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ യാസിൻ്റെ മൃതദേഹവും ചെർക്കള KK പുരത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ നിന്നായിരിക്കും മറ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തീകരിക്കുക. എന്നിപ്പോൾ ഈ വൈകിയ വേളയായതുകൊണ്ട് തന്നെ പോലീസിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ കുടുംബങ്ങൾക്ക് മൃതദേഹം കൈമാറാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി മന്ത്രി അടക്കം ഇവിടെ എത്തുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തീകരിക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണേണ്ടതായുണ്ട്. ദിവീഷ്, ശരിയാണ്. ഈ അവധിക്കാലം, ക്രിസ്മസ് അവധിക്കാലം തീരാനിരിക്കെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. 3 കുട്ടികളാണ് എരഞ്ഞിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടത്. അതിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഒരാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 13 വയസ്സ് തന്നെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 2 പേരുടെ മൃതദേഹങ്ങൾ നേരത്തെ തന്നെ തിരച്ചിലിൽ കണ്ടെത്തി. ഇപ്പോഴും തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്.